കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല, വ്യാഴാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖദർശനമാണ്. കുറച്ച് സമയം സോപാനം വഴിയായിരുന്നു, ബാക്കിയുള്ള സമയമൊക്കെ ഏകാന്തമാണ്. എന്നാലും വലിയ തിരക്കില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഭഗവാനെ ദർശിക്കാനായിട്ട് പോവാം. ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ ചെന്ന് മഞ്ജുള വാരസ്യാരെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നേരെ നമുക്ക് ആലിനെ ഒന്ന് തൊഴുത് വെങ്കല പ്രതിമയൊന്ന് കണ്ട് പ്രദക്ഷിണം ചെയ്ത് നമുക്ക് അങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആദ്യം കാണുന്ന ആ ഗോപുരത്തിലെ രണ്ട് സൈഡിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഓരോന്നൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് നമ്മൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം അവിടെ ചെന്ന് നോക്കുക. അത്തിമര ഗണപതിയെ ഒന്ന് കാണാം. അങ്ങനെ കണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമുക്ക് അങ്ങനെ പോവാം. അങ്ങനെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ നേരെ ആ വാതിൽപ്പടി കയറിയിട്ട് നേരെ അകത്തേക്ക് ഇങ്ങനെ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഇടത്തെ സൈഡിലുള്ള ആ മേൽപ്പത്തൂരിനെ ഒന്ന് ആ പീഠം കാണാം. കിടാവിളക്ക് കത്തി നിൽക്കുന്നു. ആ പീഠം കണ്ട് തൊഴാം. അതുപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അതിനുശേഷം നേരെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാൽവളകൾ കാണാണ്ട്, കുഞ്ഞിക്കാലുകൾ കാണാണ്ട്, അങ്ങനെ പട്ട് കോണകൾ കൊടുത്തിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ കുമ്പ കുറച്ചിങ്ങനെ നല്ല വയറിങ്ങനെ വീർത്തണ്ണു. ഇന്ന് നേദ്യമൊക്കെ കഴിഞ്ഞ് യശോദാമ്മ കാര്യമായിട്ട് നന്നായിട്ട് കൊടുത്തണ്ണുമുണ്ട്. വെണ്ണയൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടങ്ങനെ നല്ല, പിന്നെ ഇവിടുത്തെ ശാന്തിക്കാർ കൊടുത്തത് അങ്ങനെ എല്ലാം കൂടി നല്ല വയറ് നിറഞ്ഞ് നല്ല എന്താ പറയുക സുന്ദരനായിട്ടാണ്. വയറൊക്കെ അങ്ങനെ വീർപ്പിച്ച് നല്ല കുഞ്ഞ് കുട്ടിയായിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് 2.5-3 വയസ്സൊക്കെ ഉള്ളൂ. അങ്ങനെ കണ്ട് തൊഴാം. അങ്ങനെ നോക്കുമ്പോൾ അരയിൽ ഒരു കാശിമാല പോലത്തെ മാല ഉണ്ട്. അതേപോലെ ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല സ്വർണത്തിൻ്റെ. അതേപോലെ കൈവളകൾ കാണാനുണ്ട്. കയ്യിൽ ഇടത്തെ കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. വലത്തെ കൈ ഇങ്ങനെ അരയിലിങ്ങനെ കുത്തി നിൽക്കുകയാണ്. നല്ല വലിയ ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതേമാതിരി ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ചെവിപ്പൂക്കൾ ഉണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്. നെറ്റത്തൊരു ഗോപി തിലകുണ്ട്. അതേപോലെ തിരുമുടിമാല, നല്ലൊരു പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളൊരു തിരുമുടിമാലകളും ഒരു താമരയും കൂടിയിട്ടുള്ള. അതുപോലെ വലിയ ഉണ്ടമാലകൾ, താമരയും തെച്ചിയായിട്ടുള്ളതൊന്നും താമരയും തുളസിയായിട്ടുള്ളതൊന്നും. അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്, 2 തിരുമുടിമാലകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ വളരെ സുന്ദരനായിട്ടിങ്ങനെ കാണുകയാണ്. ഭക്തരെ നോക്കിയിട്ട് ഞാൻ വലിയ കുട്ടിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അതാണ് ആ അരയിലിങ്ങനെ കൈ ഇങ്ങനെ കുത്തിയിട്ട് നിൽക്കണത്. ഓടക്കുഴലൊക്കെ കയ്യിലുണ്ട്, വിളിക്കണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ വലിയ കുട്ടിയായിരുന്നു കേട്ടോ എന്നാണ് പറയണത്. അങ്ങനെ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുതു. അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട്, അതായത് ഭഗവാന്റെ ആ നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി, അതുപോലെ രാവിലെ ഉഷപൂജയ്ക്കൊക്കെ ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. അതിനുശേഷം നമ്മൾ തിരിഞ്ഞ് നേരെ നോക്കുമ്പോൾ ചുവരിൽ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ നടന്ന് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് അതിനുശേഷം നേരെ നമ്മൾ കാണുന്നത് ഭഗവാന്റെ, അതായത് വിഘ്നേശ്വരൻ്റെ അടുത്താണ്. വിഘ്നേശ്വരൻ്റെ അവിടെ ഇതേമാതിരി കളഭം കൊണ്ടൊക്കെ അലങ്കാരമായിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. പിന്നെ ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നേരെ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിനെ ഒന്ന് തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ നമുക്ക് തൊഴുത് വരാം.
അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. മേൽശാന്തി തന്നെയാണ് ഇരിക്കുന്നത്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപം കണ്ടു തൊഴാം. അതേപോലെ ഗജേന്ദ്രമോക്ഷം കണ്ടു തൊഴാം. പിന്നെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അവിടെയും ധാരാളം പൂക്കൾ കണ്ട മാലകൾ കെട്ടിയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് നമ്മൾ വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാം. അതിനുശേഷം കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ആ മുരുകനെയൊക്കെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് കുറച്ച് കുങ്കുമമുണ്ട്, ഒരു ചെറിയ നാരങ്ങമാലയുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുതു, രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ കണ്ടു. അതിനുശേഷം നമ്മൾ ആ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയിട്ട് ആ ചുമരിലേക്ക് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണൻ, ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദുഃഖങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കി തരാനുള്ള അത്രയും ശക്തിയുള്ള ആ താമരക്കണ്ണനാണ്. അപ്പോൾ കണ്ട് പ്രാർത്ഥിച്ചോളൂ. അതിനുശേഷം കിഴക്കേ നടയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഗ്രില്ല് കാണാം. ഗ്രില്ലിന് അപ്പുറത്ത് ആയിട്ട് നമ്മുടെ ആ മണിക്കിണർ കാണാം. പിന്നെ ആ റൂമിലേക്ക് നോക്കിയാൽ നൃത്താറ കാണാം. ആ കിടാവിളക്ക് കത്തിയിരിക്കുന്നു. അപ്പോൾ കണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് കണ്ട് തൊഴുക. അതിനുശേഷം നമ്മൾ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് ആ വടക്കേ നടയിലൂടെ പുറത്ത് വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ എടുത്ത് നമുക്കിങ്ങനെ പോവാം. അങ്ങനെ പോയിട്ട് ആ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതീനെ കണ്ട് തൊഴുത് അവിടെ ചെല്ലുമ്പോൾ ഗോളയൊക്കെ ഇറക്കി നല്ല തെച്ചിപ്പൂവൊക്കെ ആയിട്ട് നല്ല മാലകളൊക്കെ ആയിട്ടാണ് നല്ല രസമായിട്ടുള്ള അലങ്കാരം. എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അമ്മേനെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ആ മമ്മിയൂരപ്പനെ, ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ ഒന്ന് മനസ്സിൽ സ്മരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ആ ദർശനം കിട്ടിയ പ്രതീതിയാവും. അതിന് ശേഷം നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഓടക്കുഴൽ പിടിച്ച് കൈ അരയിൽ കെത്തി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒരിക്കൽ കൂടി നമുക്ക് കാണാം. എന്നിട്ട് നമസ്കരിച്ചതിന് ശേഷം നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ കിടാവിളക്ക് കത്തി നിൽക്കണം. അവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമി ഇതേമാതിരി ആ പീലിത്തിരിമുടിയും ഒക്കെ കെട്ടിയിട്ട് തന്നെയാണ് മടിയിൽ ആ സ്വർണ്ണ ഓടക്കുഴലും വെച്ചിട്ടുണ്ട്. കണ്ണനായിട്ട് തന്നെയാണ് ഇപ്പോൾ. എന്തായാലും നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് പടിഞ്ഞാറ നടയിൽ വരുമ്പോൾ ആ വേണുഗോപാല ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വേണുഗോപാല രൂപം കാണാം. അതേപോലെ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് പോവാം. അങ്ങനെ നാരായണാലയത്തിൻ്റെ അവിടെ വന്ന് ആ പൂന്താനം പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് അവിടേക്കൊന്ന് പ്രാർത്ഥിച്ച് നേരെ നമ്മൾ ഭഗവതിയുടെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നേരെ വന്ന് ഒരു ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ പ്രകാശധാര കാണാം. അങ്ങനെ കണ്ട് തൊഴാം. അതിനുശേഷം അവിടുന്ന് തന്നെ തെക്കേ നടയിലേക്ക് നോക്കുമ്പോൾ ആ കൂവളത്തിലെ കാണാം. അപ്പോൾ അവിടെ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും സാന്നിധ്യം ഉള്ളത് കാരണം നമുക്ക് ആ കൂവളത്തിനെ ഒന്ന് വലം വയ്ക്കാം. അങ്ങനെ നമ്മൾ ആ കൂവളത്തിനെ വല വെച്ചു. അതേപോലെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.